ഓം പരാശക്തി നമ. അമൃതപുരി ആശ്രമത്തിൽ താമസം തുടങ്ങിയ ഒരു യൂറോപ്യൻ യുവതി സാധന പോലെ സേവയിലേർപ്പെട്ടു. നാളുകൾ ചെല്ലുന്തോറും അമ്മയുടെ സാമീപ്യം കൂടുതൽ വേണമെന്ന് ആഗ്രഹമായി. അതോടൊപ്പം അമ്മയെ കാണാനുള്ള അവസരങ്ങളും കുറയുകയാണ് ചെയ്തത്. അമ്മയെ കാണാൻ കഴിയാത്ത ദുഃഖം കഠിനമായി. അമ്മയ്ക്ക് തന്നോട് ഇഷ്ടമില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അതോടെ ദുഃഖം കോപത്തിന് വഴിതെളിച്ചു. ബന്ധപ്പെടുന്നവരോടൊക്കെ അവർ ശുണ്ടിയെടുത്തു. തൻ്റെ സമനില തെറ്റുകയാണോ എന്നുപോലും അവർക്ക് തോന്നിപ്പോയി. ഇനി മുതൽ ഭക്ഷണം കഴിക്കില്ലെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആഹാരം കഴിക്കാതെ ഒരാഴ്ച തള്ളി നീക്കി. അന്ന് അമ്മ ആശ്രമത്തിലെ മക്കൾക്ക് ആഹാരം കൊടുക്കുകയാണ്. ഈ യുവതി എന്നപ്പോൾ അമ്മ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഒരാഴ്ചയായി ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? വീണ്ടും അമ്മ തുടർന്നു, മോൾ ഒരാഴ്ചയായില്ലേ ആഹാരം കഴിച്ചിട്ട്? അമ്മയ്ക്ക് മോളോട് ഇഷ്ടമില്ലെന്ന് തോന്നി അല്ലേ? നമഃശിവായ. മനസ്സ് ഇത്തരം കള്ളക്കളികൾ തുടങ്ങുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, അമ്മയ്ക്ക് ഇഷ്ടമില്ല എങ്കിൽ, അമ്മയുടെ അനുവാദം ഇല്ല എങ്കിൽ ആ തിരുസന്നിധിയിൽ നാം എത്തുകയില്ല. എന്തിന്, അമ്മയുടെ ചിത്രം പോലും നമുക്ക് കിട്ടുകയില്ലായിരുന്നു. ഇത്തരം ക്ലേശങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെ ഇളക്കി കളയുകയാണ് കരുണാമയിയായ അമ്മ.